10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ 103ാമത്തെ പേജ് മുതലുള്ള ടോപ്പിക്കുകൾ. ന്യൂ മെഷേഴ്സ് ഓഫ് ആംഗിൾസ്, പുതിയ കോണളവുകൾ. നമ്മൾ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ കുറിച്ചാണല്ലേ, അല്ലെങ്കിൽ മട്ടത്രികോണത്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ പഠിച്ച റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പ്രത്യേകത എന്തായിരുന്നു? 45, 45, 90 കോണളവുകളുള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ കുറിച്ചാണ് പഠിച്ചത്. അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? പെർപെൻഡിക്കുലർ സൈഡ്സ് ഈക്വലും ലാർജസ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ √2 ടൈംസും ആയിരിക്കും അല്ലെ. രണ്ടാമത്തെ ടൈപ്പ് ട്രയാംഗിൾ ഏതായിരുന്നു? 30, 60, 90 കോണളവുകളുള്ള ട്രയാംഗിൾ ആയിരുന്നു അല്ലെ. അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഏറ്റവും സ്മോളസ്റ്റ് സൈഡിന്റെ ഡബിൾ ആയിരിക്കും ഏത്? ഏറ്റവും ലാർജസ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ്. അതുപോലെ തന്നെ സ്മോളസ്റ്റ് സൈഡിന്റെ √3 ടൈംസ് ആയിരിക്കും ഏത്? മീഡിയം സൈസ് ഉള്ള സൈഡ് അല്ലെ. ഈ രണ്ട് ട്രയാംഗിൾസിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി ഇവിടെ നോക്കിക്കേ, റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ അല്ലെങ്കിൽ മട്ടത്രികോണത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകത നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ABC, രണ്ടാമത്തേതോ DEF. ഇത് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അല്ലെ. 90 ഡിഗ്രി ഒരു കോണുണ്ട്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഈ രണ്ട് ട്രയാംഗിളും സിമിലർ ട്രയാംഗിൾ ആണോ അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളാണോ? സിമിലർ ട്രയാംഗിളിന്റെ പ്രത്യേകത എന്താ? ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലെ. സൈഡുകൾ ഈക്വൽ ആണ് നിർബന്ധമുണ്ടോ? സൈഡുകൾ ഈക്വൽ ആണ് നിർബന്ധമില്ല, ആംഗിൾ ആണ് ഈക്വൽ ആകേണ്ടത് അല്ലെ. ഒരാംഗിൾ 90 ഡിഗ്രി ആണ്. ഇവിടെ രണ്ടാമത്തെ ആംഗിൾ 40 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട് അല്ലെ. ഇത് 40 ഡിഗ്രി, ഇവിടെയും 40 ഡിഗ്രി ഒരു ആംഗിൾ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ തേർഡ് ആംഗിൾ എത്രയായിരിക്കും? തേർഡ് ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കില്ലേ? കാരണം എന്നാ? ഒരു ട്രയാംഗിളിന്റെ ആംഗിൾ 180 ഡിഗ്രി ആണ്. 90 ഡിഗ്രി തന്നിട്ടുണ്ട്, 40 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പൊ തേർഡ് ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഈ ട്രയാംഗിളിന്റെ തേർഡ് ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കണ്ടേ? തേർഡ് ആംഗിൾ 50 ഡിഗ്രിയാണ്. അതായത് ഈ രണ്ട് ട്രയാംഗിളും എന്ത് തരം ട്രയാംഗിൾ ആണ്? സിമിലർ ട്രയാംഗിൾ ആണ്, അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളാണ്. സദൃശ്യ ത്രികോണങ്ങളുടെ സൈഡുകളുടെ പ്രത്യേകത എന്താ? സിമിലർ ട്രയാംഗിളിന്റെ സൈഡുകൾ സെയിം റേഷ്യോയിലായിരിക്കും. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ, 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. സിമിലർ ട്രയാംഗിൾസിന്റെ സൈഡുകൾ സെയിം റേഷ്യോയിലായിരിക്കും. ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, സൈഡുകൾ സെയിം റേഷ്യോയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ രണ്ട് ട്രയാംഗിളിന്റെയും 40 ഡിഗ്രി ആംഗിൾ കൺസിഡർ ചെയ്യുകയാണ്. 40 ഡിഗ്രി ആംഗിൾ. ഈ ആദ്യത്തെ ട്രയാംഗിളില് 40 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? AC ആണ് അല്ലെ. അതിന്റെ ലെങ്ത് എത്രയാ? AC-യുടെ ലെങ്ത് 3.36 സെന്റിമീറ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 3.36 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് ഏതാ? CB അല്ലേ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ആണല്ലേ ഹൈപ്പോട്ടിന്യൂസ്. അതായത് CB ആണ് 5.22 സെന്റിമീറ്റർ. ഞാനിവിടെ 40 ഡിഗ്രി ആംഗിൾ കൺസിഡർ ചെയ്യുന്നു. 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടിന്യൂസ് വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് പോവുക. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അത് എത്ര കിട്ടും നോക്കിക്കേ. 40 ഡിഗ്രി കൺസിഡർ ചെയ്തിരിക്കുന്നത് 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 3.36 അല്ലെ. 3.36 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസോ 5.22 അല്ലെ. 5.22. ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. കാൽക്കുലേറ്റർ ഡിവൈഡ് ചെയ്താൽ മതി. എത്ര കിട്ടും? 0.64 കിട്ടും അല്ലെ. 0.64. ഇതിന്റെ ബാലൻസും ഉണ്ട്. നമുക്കിവിടെ 2 ഡിജിറ്റ് കറക്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. 0.64. അതായത് ആദ്യത്തെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തു, അതിന്റെ 40 ഡിഗ്രി ആംഗിൾ മാത്രം കൺസിഡർ ചെയ്തു. ആ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും ഹൈപ്പോട്ടിന്യൂസും കൂടെ ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 0.64 കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ട്രയാംഗിളിനും 40 ഡിഗ്രി ആംഗിൾ ഇല്ലേ? ആ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? അത് DF ആണ് അല്ലെ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത്. അതായത് അതിന്റെ ലെങ്ത് എന്താ? 5.87 അല്ലെ. ആദ്യം ചെയ്തതുപോലെ തന്നെ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടിന്യൂസ് വെച്ച് ഡിവൈഡ് ചെയ്തേ. 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? 5.87 അല്ലെ. 5.87 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അതേതാണ്? 90ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് അല്ലെ. 9.14. 9.14. ഇതിന്റെ ആൻസർ എത്രയാ? 5.87 ഡിവൈഡഡ് ബൈ 9.14 എത്ര കിട്ടും? അതും എത്ര തന്നെ കിട്ടും? 0.64 എന്ന് കിട്ടും അല്ലെ. ഇവിടെ ഈ 2 ഡിജിറ്റിൽ കറക്റ്റ് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. അതായത് എത്ര കിട്ടും? 0.64 എന്ന് കിട്ടും. അതായത് ആദ്യത്തെ ട്രയാംഗിൾ എടുത്തപ്പോൾ
40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും ഹൈപ്പോട്ടിനിസും കൂടി ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 0.64 കിട്ടി. രണ്ടാമത്തെ ട്രയാങ്കിളിലും സെയിം തന്നെയല്ലേ കിട്ടിയത്? ഇതുപോലെ തന്നെ ഏത് വലിപ്പമുള്ള റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എടുത്താലും അല്ലെങ്കിൽ മട്ടത്രികോണം എടുത്താലും 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടിനിസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര തന്നെ കിട്ടത്തുള്ളൂ? 0.64 തന്നെയാണ് കിട്ടത്തുള്ളൂ. നിങ്ങൾ ഏത് ട്രയാങ്കിൾ വേണമെങ്കിലും വരച്ചു നോക്കിക്കോ. പക്ഷെ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കണം, അല്ലെങ്കിൽ മട്ടത്രികോണം ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 40 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടിനിസ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര തന്നെ കിട്ടത്തുള്ളൂ? 0.64 തന്നെയാണ് കിട്ടത്തുള്ളൂ. അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ രണ്ട് കണ്ടീഷനാണുള്ളത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ടത്രികോണമാണ് എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 40 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടിനിസ് വെച്ച് അല്ലെങ്കിൽ കർണം വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ആൻസർ കിട്ടുന്നത്? 0.64 മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 50 ഡിഗ്രി ആംഗിൾ ഒന്ന് നോക്കിക്കേ. 50 ഡിഗ്രി ആംഗിൾ ഒന്ന് എടുത്ത് നോക്കാം അല്ലെ. ഇതുപോലെ തന്നെ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടിനിസ് വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്തേ. 50 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? AB ആണ് അല്ലെ. ABയുടെ ലെങ്ത് എത്രയാണ്? 4 സെന്റിമീറ്റർ. അതായത് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടിനിസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 50യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 4 സെന്റിമീറ്റർ അല്ലെ. 4 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനിസ് ഏതാണ്? 90ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് 5.22 അല്ലെ. 5.22. അതിന്റെ ആൻസർ എത്രയാ? ഒന്ന് ചെയ്ത് നോക്കിക്കേ. അതിന്റെ ആൻസർ 0.76 എന്ന് കിട്ടും. ഇതിന്റെ ബാലൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? 2 ഡിജിറ്റിൽ കറക്റ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. അതായത് 50 ഡിഗ്രി ആംഗിൾ നോക്കി അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടിനിസ് വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അത് എത്ര കിട്ടും? 0.76 കിട്ടും. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ നോക്കിക്കേ. ആദ്യത്തതിനെ കഴിഞ്ഞും വലിപ്പമുള്ള ട്രയാങ്കിൾ ആണല്ലേ രണ്ടാമത്തെ ട്രയാങ്കിൾ. അതിനകത്ത് നോക്കിക്കേ, 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്? ED ആണല്ലേ. അത് എത്ര സെന്റിമീറ്ററാ? 7 സെന്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ, അതായത് 7നെ ഏത് വെച്ച് ഡിവൈഡ് ചെയ്യണം? ഹൈപ്പോട്ടിനിസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഹൈപ്പോട്ടിനിസ് എത്രയാണ്? 9.14 അല്ലെ. 9.14. എത്ര ആൻസർ കിട്ടും? 7 ഡിവൈഡ് ബൈ 9.14 എത്ര കിട്ടും? അതും 0.76 തന്നെയാണ് കിട്ടത്തുള്ളൂ. അതായത് ഇവിടെ നമ്മൾ ചെയ്തത് എന്താ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരുന്നു, ഒരു കോൺ 50 ഡിഗ്രി ആയിരുന്നു അല്ലെ. അപ്പോൾ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടിനിയസ് വെച്ച് ഡിവൈഡ് ചെയ്തു. ഇവിടെയും അങ്ങനെ തന്നെയല്ലേ ചെയ്തത്? 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടിനിയസ് വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോഴെല്ലാം നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 0.76 ആണ് ആൻസർ കിട്ടിയത്. ഇങ്ങനത്തെ ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്താലും അല്ലെങ്കിൽ മട്ടത്രികോണം എടുത്താലും 50 ഡിഗ്രി കോണിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടിനിയസ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ആൻസർ കിട്ടത്തുള്ളൂ? 0.76 ആണ് ആൻസർ കിട്ടത്തുള്ളൂ. അത് കോൺസ്റ്റന്റ് ആണ്, അത് മാറത്തില്ല. അതായത് ഇവിടുന്ന് നമുക്കൊരു റിലേഷൻ കിട്ടും. എന്താണത്? ഏതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെയും അല്ലെങ്കിൽ മട്ടത്രികോണത്തിന്റെയും ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കോണിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടിനിയസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു നമ്പർ ആണ് കിട്ടുന്നത്. ഇവിടെ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടിനിയസ് വെച്ച് ഡിവൈഡ് ചെയ്തു. എത്ര കിട്ടിയത്? 0.64 കിട്ടി അല്ലെ. 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടിനിയസ് വെച്ച് ഡിവൈഡ് ചെയ്തു. രണ്ടിടത്ത് എത്ര തന്നെ കിട്ടിയത്? 0.76 തന്നെയാണ് കിട്ടുന്നത് അല്ലെ. ഇനി നിങ്ങൾ വേറൊരു കോൺ എടുത്ത് വരച്ചു നോക്കുക. 30 ഡിഗ്രി. അതായത് ഒരു കോൺ 30 ഡിഗ്രിയുള്ള ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്താലും അല്ലെങ്കിൽ മട്ടത്രികോണം എടുത്താലും 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടിനിയസ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫിക്സഡ് ആയിട്ടുള്ള നമ്പറേ കിട്ടത്തുള്ളൂ. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനിസിനെ നമുക്കൊരു പേര് വിളിക്കാം. അതിന് നമുക്ക് സൈൻ എന്ന് വിളിക്കാം. സൈൻ. അപ്പോൾ സൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? വേറെ ഒന്നുമില്ല, ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടിനിസ് വെച്ച് ഡിവൈഡ് ചെയ്യണമെന്ന് അർത്ഥം. അപ്പൊ സൈൻ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോണം? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസ് എന്ന് ഓർത്തോണം. ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടിനിസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സൈൻ എന്ന് പറയുന്നത്. എപ്പ സൈൻ എന്ന് പറഞ്ഞാലും അപ്പൊ എന്ത് വിചാരിച്ചോണം? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസ്. ആദ്യം നമ്മൾ ഏത് കോണിനെ ബേസ് ചെയ്താ പറഞ്ഞത്? 40 ഡിഗ്രി കോണിനെ ബേസ് ചെയ്തല്ലേ പറഞ്ഞത്. അതായത് 40 ഡിഗ്രി കോണിനെ ബേസ് ചെയ്താണ് പറയുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? സൈൻ 40 എന്ന് പറയും. സൈൻ 40. സൈൻ 40 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തോർത്തോണം? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ അല്ലെങ്കിൽ മട്ടത്രികോണത്തിൽ
40 ഡിഗ്രി കോണിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടിനിസ് വെച്ച് ഡിവൈഡ് ചെയ്തു എന്ന് ഓർത്തോണം. അതായത് നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയത്? 0.64 അല്ലേ? അതായത് sin 40യുടെ വാല്യൂ എത്രയാണ്? 0.64. ഇപ്പൊ sin 40 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ 40 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടിനിസ് വെച്ച് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടാമത് പറഞ്ഞത് ഏത് ആംഗിളിനെ ബേസ് ചെയ്താ? 50 ഡിഗ്രി ആംഗിളിനെ ബേസ് ചെയ്താണ് അല്ലെ? അതായത് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? sin 50 എന്ന് എഴുതത്തില്ലേ? sin 50. അപ്പൊ sin 50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ 50 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടിനിസ് വെച്ച് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയത്? 0.76 അല്ലെ? അതായത് sin 50യുടെ വാല്യൂ എത്രയാണ്? 0.76. അങ്ങനെയാണെങ്കിൽ sin 45 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? 45 ഡിഗ്രി ഉള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടിനിസ് വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തോർത്തോണം? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസ്. അടുത്തത് ഇനി വേറൊരളവ്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഒരു ആംഗിൾ സെലക്ട് ചെയ്തു, ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടിനിസ് വെച്ച് ഡിവൈഡ് ചെയ്തു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുന്നതിന് പകരം തൊട്ട് അടുത്തുള്ള സൈഡ് അല്ലെങ്കിൽ അഡ്ജസ്റ്റന്റ് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും മാറ്റം വരുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ ആദ്യം ചെയ്തതുപോലെ തന്നെ ഞാൻ 40 ഡിഗ്രി ആംഗിൾ കൺസിഡർ ചെയ്യുവാണ്. ഈ ആദ്യത്തെ ട്രയാംഗിളില് 40 ഡിഗ്രി ആംഗിൾ. എന്താ ചെയ്യേണ്ടത്? 40 ഡിഗ്രി ആംഗിളിന് അടുത്ത് കിടക്കുന്ന സൈഡ് എടുക്കണം അല്ലെ? 40 ഡിഗ്രിക്ക് അടുത്ത് രണ്ട് സൈഡ് ഉണ്ട്. അതിനകത്ത് ഏത് സൈഡാണ് എടുക്കേണ്ടത്? 40 ഡിഗ്രിക്ക് അടുത്ത് കിടക്കുന്ന സൈഡല്ല ഇത് രണ്ടും. അതിനകത്ത് ഏതാ എടുക്കേണ്ടത്? അതിനുവേണ്ടി നമ്മൾ ആദ്യം ഹൈപ്പോട്ടിനിസ് ഫിക്സ് ചെയ്ത് വെക്കണം. ഹൈപ്പോട്ടിനിസ് നമ്മൾ എടുക്കാൻ പാടില്ല. ഇതിനകത്ത് ഹൈപ്പോട്ടിനിസ് ഏതാ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നല്ലേ ഹൈപ്പോട്ടിനിസ്. അപ്പോൾ എപ്പോഴും ഹൈപ്പോട്ടിനിസ് ഏതാണ്? CB ഹൈപ്പോട്ടിനിസാ. അത് നമ്മൾ അടുത്ത് കിടക്കുന്ന സൈഡോ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡോ അങ്ങനെ ഒന്നും എടുക്കാറില്ല. അത് എപ്പോഴും എന്ത് തന്നെയാണ്? ഹൈപ്പോട്ടിനിസ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 40 ഡിഗ്രിക്ക് അടുത്ത് കിടക്കുന്ന സൈഡ് ഏതായിരിക്കും? ഈ AB അല്ലേ? കാരണം ഇത് ഹൈപ്പോട്ടിനിസ് ആയിട്ട് പോയി. അപ്പോൾ AB ആണ് അടുത്ത് കിടക്കുന്ന സൈഡ് അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ്. അതായത് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അഡ്ജസന്റ് സൈഡിനെ അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടിനിസ് വെച്ച് ഡിവൈഡ് ചെയ്യാനാണ് പോകുന്നത്. അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനിസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി ആംഗിൾ ആണല്ലോ എടുത്തത്. അതിന്റെ അടുത്ത് കിടക്കുന്ന സൈഡ് അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് ഏതാണ്? 4 സെന്റിമീറ്റർ അല്ലെ? 4 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനിസോ 5.22. 5.22. അതൊന്ന് ചെയ്ത് നോക്കിയേ, എത്ര ആൻസർ വരുന്നത്? 4 ഡിവൈഡ് ബൈ 5.22 0.76 കിട്ടും അല്ലെ? 0.76. 2 ഡിജിറ്റിൽ കറക്റ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് 0.76. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ട്രയാംഗിൾ ബേസ് ചെയ്ത് നോക്കിക്കേ. 40 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് ഏതാണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന FE എന്ന് പറയുന്നത് ഹൈപ്പോട്ടിനിസ് ആട്ടോ. അപ്പോൾ അഡ്ജസന്റ് സൈഡ് ഏതാണ്? ED ആണ്. അതായത് 7 സെന്റിമീറ്റർ അല്ലെ? 7 ഡിവൈഡഡ് ബൈ then adjacent side divided by hypotenuse. Hypotenuse എത്രയാണ്? 9.14 അല്ലെ? 9.14. That is equal to എത്ര കിട്ടും? അതും 0.76 തന്നെയാണ് കിട്ടുന്നത്. ഇനി വേറെ ഏത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്താലും അല്ലെങ്കിൽ മട്ടത്രികോണം എടുത്താലും 40 ഡിഗ്രി ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്ര ആൻസർ കിട്ടത്തുള്ളൂ? അത് 0.76 തന്നെയായിരിക്കും ആൻസർ കിട്ടത്തുള്ളൂ. ഇനി ഞാൻ 50 ഡിഗ്രി ആംഗിൾ എടുക്കാനായിട്ട് പോവാ. 50 ഡിഗ്രി ആംഗിൾ ആദ്യം ചെയ്തതുപോലെ തന്നെ 50 ഡിഗ്രി ആംഗിൾ എടുത്തു. ഇനി എന്താ ചെയ്യുന്നത്? 50 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസ് നമ്മൾ ചെയ്തത് അല്ലെ? അതിന് പകരം എന്ത് ചെയ്യാനായിട്ട് പോവാ? അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസ് ചെയ്യാനായിട്ട് പോവാ. അതായത് 50 ഡിഗ്രി ആംഗിൾ ഇതാണല്ലേ? 50 ഡിഗ്രി ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് അതേതാണ്? 3.36 അല്ലെ? 3.36 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനിസ് അതേതാണ്? 5.22 അല്ലെ? 5.22. അതൊന്ന് ചെയ്ത് നോക്കിക്കേ, എത്ര ആൻസർ കിട്ടുന്നത്? അതിന്റെ ആൻസർ 0.64 ആണ് ആൻസർ കിട്ടുന്നത്. ഈ ട്രയാംഗിളിനെ സെയിം രീതിയിൽ നോക്കിക്കേ. 50 ഡിഗ്രി ആംഗിളിനെയാണ് നോക്കേണ്ടത്. അതിന്റെ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന സൈഡ് ഏതാണ്? ഇത് ഹൈപ്പോട്ടിനിസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. FE ഹൈപ്പോട്ടിനിസ് ആണല്ലേ? അതായത് അഡ്ജസന്റ് സൈഡ് ഏതാണ്? 5.87. 5.87
ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് 9.14 അല്ലെ 9.14 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ആൻസർ കിട്ടുന്നത് അതും എത്ര തന്നെ കിട്ടുള്ളൂ 0.64 തന്നെയാണ് ആൻസർ കിട്ടത്തുള്ളൂ. ഇനി വേറെ ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്താലും അതിന്റെ 50 ഡിഗ്രി ആംഗിളിന്റെ അഡ്ജസ്റ്റന്റ് കിടക്കുന്ന സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ആൻസർ കിട്ടുള്ളൂ 0.64 ആണ് ആൻസർ കിട്ടത്തുള്ളൂ. അതായത് ഇവിടുന്ന് നമുക്ക് വേറൊരു റിലേഷൻ കിട്ടിയില്ലേ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു ആംഗിളിന്റെ അഡ്ജസ്റ്റന്റ് സൈഡിനെ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് വാല്യൂ ആണ് കിട്ടുന്നത്. അതായത് അഡ്ജസ്റ്റന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അതിനെ നമ്മൾ ഒരു പേര് വിളിക്കും കൊസൈൻ. അതായത് കൊസൈൻ കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് ഓർത്തോണം. കൊസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഏത് ആംഗിളിനെ ബേസ് ചെയ്താണ് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. കൊസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഏത് ആംഗിളിനെയാണോ ബേസ് ചെയ്ത് പറയുന്നത് അതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പൊ ഇവിടെ 40 ഡിഗ്രിനെ നമ്മൾ നോക്കിയല്ലേ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം, അതിന്റെ കൊസൈൻ അല്ലെങ്കിൽ 40 ഡിഗ്രിയുടെ അഡ്ജസ്റ്റന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് നമുക്ക് എങ്ങനെ എഴുതാം, കൊസൈനിന്റെ ഷോർട്ട് ഫോം കോസ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. കോസ് 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രിയുടെ അഡ്ജസ്റ്റന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അത് ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടിയത് 0.76 അല്ലെ, ഈക്വൽ ടു 0.76. അതുപോലെ തന്നെ ഇവിടെയോ 50 ഡിഗ്രിനെ ബേസ് ചെയ്താ നോക്കിയത് അല്ലെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, കോസ് 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 50യുടെ അഡ്ജസ്റ്റന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത് 0.64 കിട്ടി അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.64. അപ്പോൾ എന്താണ് സൈൻ എന്താണ് കോസ് എന്ന് മനസ്സിലായോ? സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഏത് ആംഗിളാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടിന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഏത് ആംഗിളാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡിനെ ഹൈപ്പോട്ടിന്യൂസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഏത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെങ്കിൽ മട്ടത്രികോണം എടുത്താലും സൈൻ 40ക്ക് ഒറ്റ വാല്യൂ ഉള്ളൂ, അത് എത്രയാണ് 0.64. അതുപോലെ തന്നെ സൈൻ 50ക്ക് ഒറ്റ വാല്യൂ ഉള്ളൂ, അതേതാണ് 0.76. സെയിം രീതി തന്നെ കോസിനും ഏത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്താലും അല്ലെങ്കിൽ മട്ടത്രികോണം എടുത്താലും കോസ് 40ക്ക് ഒറ്റ വാല്യൂ ഉള്ളൂ, അതേതാണ് 0.76. കോസ് 50ക്ക് ഒറ്റ വാല്യൂ ഉള്ളൂ, അതേതാണ് 0.64. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താ, കോസ് 40യും സൈൻ 50യും ഈക്വൽ അല്ലേ, രണ്ടും 0.76 ആണല്ലേ. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത് ഒന്ന് ആലോചിച്ചേ. 40യുടെയും 50യുടെയും സമം എത്രയാ 90 ആണല്ലേ. അതുപോലെ തന്നെ വേറൊരു കാര്യം വേണം നോക്കിക്കേ, സൈൻ 40യും കോസ് 50യും സെയിം അല്ലേ, എത്ര തന്നെയാണ് 0.64 തന്നെയാണ് അല്ലേ. അവിടെയും നോക്കിക്കേ 40യും 50യും അതിന്റെ സമ്മ് 90 അല്ലേ. അപ്പൊ ഇങ്ങനെ സമ്മ് 90 വന്നിട്ടുണ്ടെങ്കിൽ സൈനിന്റെയും കോസിന്റെയും വാല്യൂ സെയിം ആയിട്ട് വരും കേട്ടോ. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചോളുക. സൈൻ 40യും കോസ് 50യും തുല്യമാണ്, അതുപോലെ തന്നെ കോസ് 40യും സൈൻ 50യും തുല്യമാണ്. അതുപോലെ തന്നെ സൈൻ 30ക്ക് തുല്യം ഏതായിരിക്കും, 30യും 60 അല്ലേ 90 വരുന്നത്, അതായത് സൈൻ 30യും കോസ് 60യും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ സൈൻ 10ന് തുല്യമായിട്ടുള്ളത് ഏതായിരിക്കും, സൈൻ 10 കോസ് 80 ആയിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടിന്റെ സമ്മ് 90 വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈനും കോസും എടുത്തിട്ടുണ്ടെങ്കിൽ അത് തുല്യമായിരിക്കും. സൈൻ 10ന് തുല്യം കോസ് 80. ആ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഒരു ബോക്സിനകത്ത് എഴുതിയിരിക്കുന്നുണ്ടോ, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിന്റെ ഒരു ആംഗിള് A ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡ് Q, ഹൈപ്പോട്ടിന്യൂസ് D, അതുപോലെ തന്നെ രണ്ടാമത്തെ പെർപെൻഡിക്കുലർ സൈഡ് P. അങ്ങനെയാണെങ്കിൽ സൈൻ A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സൈൻ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചിന്തിക്കണം, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലെ, എതിർവശം ഡിവൈഡഡ് ബൈ കർണം. അപ്പോൾ A ഡിഗ്രി ആംഗിളിനെ ബേസ് ചെയ്താ പറയുന്നത്. അപ്പൊ A ഡിഗ്രി ആംഗിൾ ഇതാണ്, അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് P അല്ലെ. ഹൈപ്പോട്ടിന്യൂസോ 90ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് D. അതായത് A ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, അതായത് P/D അല്ലെ. അടുത്തത് കോസ് A ഡിഗ്രി. കോസ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചിന്തിക്കണം, അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ സമീപവശം ഡിവൈഡ് ബൈ കർണം. A ഡിഗ്രി ആംഗിള് ഇത് ഹൈപ്പോട്ടിന്യൂസ് സൈഡ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ അഡ്ജസന്റ് സൈഡ് ഏതാണ്, Q ആണല്ലേ.
ക്യൂ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനിസ്, ക്യൂ ബൈ ഡി. അതായത് സൈൻ എ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നോക്കിക്കോണം, എ ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസ്. കോസ് എ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നോക്കിക്കോണം, എ ഡിഗ്രി ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശം ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനിസ്. അടുത്തതായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റത്തെ പേജ് നോക്കിക്കേ. സൈനിന്റെയും കോസിന്റെയും വാല്യൂസ് വന്നിരിക്കുന്നു നോക്കിക്കേ. ടാൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ടല്ലേ, അത് നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ പഠിക്കും കേട്ടോ. ഇപ്പൊ എന്തായാലും സൈനും കോസും നോക്കിക്കേ. സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ ഏതെങ്കിലും ഒരു ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടിനിസും കൊണ്ട് ഹരിക്കുന്നതാണ് സൈൻ. അപ്പൊ സൈൻ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, സൈൻ 50 ഏതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെയും സൈൻ 50 എടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്രയായിരിക്കും, 0.76 ആയിരിക്കും നമ്മൾ പറഞ്ഞല്ലേ. അതായത് ഇവിടെയും കൊടുത്തിരിക്കുന്നത് എന്താ, ഓരോ ആംഗിളിന്റെ സൈൻ വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. സൈൻ 50 ഇവിടെ എഴുതിയിരിക്കുന്നത് ഏതാ നോക്കിക്കേ, സൈൻ 50 0.7660 ആണല്ലേ. നമ്മൾ പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ, 0.76 അല്ലേ. കോസ് 50 എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ കോസ് 50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, 50 ആംഗിളിന്റെ അഡ്ജസന്റ് ആയിട്ടുള്ള സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസ് ആണ് കോസ് 50 അല്ലേ. അത് എത്രയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്, 0.64 അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് അല്ലെ. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ അല്ലെങ്കിൽ മട്ടത്രികോണത്തിലെ കോസിന്റെ വാല്യൂസും സൈനിന്റെ വാല്യൂസുമാണ് ഏറ്റവും ലാസ്റ്റത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. സൈൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നാ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ അല്ലെങ്കിൽ മട്ടത്രികോണത്തിൽ 1 ഡിഗ്രി ആംഗിൾ ഉണ്ടെങ്കിൽ ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടിനിസ് കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും, 0.0175 കിട്ടും. അപ്പൊ സൈനിന്റെ അർത്ഥം എന്നാ, ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസ് ചെയ്യണം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടിനിസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്ന ആൻസർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോസിന്റെ വളർത്തി കൊടുത്തിരിക്കുന്നത് എന്താ, ഈ ആംഗിൾസിന്റെ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ആംഗിൾസിന്റെ അഡ്ജസന്റ് സൈഡിനെ ഹൈപ്പോട്ടിനിസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ആൻസർ ആണ് ഈ രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസും, കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസും ആണ്. ഈ വാല്യൂസ് ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എക്സാമിന് ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ആവശ്യമുള്ള വാല്യൂസ് ആ ക്വസ്റ്റ്യന്റെ കൂടെ തന്നെ തരും. അതുകൊണ്ട് ഇത് കാണാതെ പഠിക്കുമൊന്നും വേണ്ട കേട്ടോ, അതോർത്ത് ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട. നമ്മുടെ ക്വസ്റ്റ്യന്റെ കൂടെ ഈ വാല്യൂസ് തരും. പക്ഷെ ചില ആംഗിളിന്റെ വാല്യൂസ് ഒന്നും നമുക്ക് തരത്തില്ല. അത് മാത്രം നമുക്കൊന്ന് നോക്കാം കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു കോളം കണ്ടില്ലേ, അതിനകത്ത് ആംഗിൾസ് നോക്കിക്കേ. ഫസ്റ്റ് ആംഗിൾ 30 ഡിഗ്രി. ഈ 30 ഡിഗ്രി ആംഗിളിന്റെ സൈനും കോസും നിങ്ങൾക്ക് തരത്തില്ല. അതെങ്ങനെ കണ്ടുപിടിക്കും? അത് നിങ്ങൾ കാണാതെ പഠിക്കുമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 30 ഡിഗ്രി ആംഗിൾ ഉള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒന്ന് വരച്ചേ. അതെങ്ങനെയാ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കണം, ഒരാംഗിൾ 30 ഡിഗ്രി അല്ലെ. ഒരാംഗിൾ 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഇതിന്റെ സൈഡുകളുടെ പ്രത്യേകത നമ്മൾ പഠിച്ചായിരുന്നല്ലോ, അല്ലെങ്കിൽ സൈഡുകളുടെ അംശബന്ധം നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ആ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഏറ്റവും ലാർജസ്റ്റ് സൈഡ് എത്രയായിരിക്കും? അത് 2 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. ഷോർട്ടസ്റ്റ് സൈഡിന്റെ ഡബിൾ ആയിരിക്കും ലാർജസ്റ്റ് സൈഡ്. അതുപോലെ തന്നെ മീഡിയം സൈസ് ഉള്ള സൈഡോ, അത് ഷോർട്ടസ്റ്റ് സൈഡിന്റെ √3 ടൈംസ് ആയിരിക്കും അല്ലെ. അപ്പോൾ ഇതാണ് ബേസിക് റേഷ്യോ. 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ ഹൈപ്പോട്ടിനിസ് ഉറപ്പായിട്ടും 2 ആയിരിക്കും, അതിന്റെ തേർഡ് സൈഡ് ഉറപ്പായിട്ടും √3 ആയിരിക്കും. ഇനി സൈനിന്റെ വാല്യൂ കണ്ടുപിടിക്കത്തില്ലേ? സൈനിന്റെ അർത്ഥം എന്നാ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസ്. സൈൻ 30 നമ്മളിപ്പോ നോക്കുന്നത്, അതായത് 30യുടെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസ്. അത് എത്രയാണ്? 30യുടെ ഓപ്പോസിറ്റ് 1 അല്ലെ. 1 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനിസ് എത്രയാ? 2. 1 ഡിവൈഡഡ് ബൈ 2 അതല്ലേ എഴുതിയിരിക്കുന്നത്, 1 ഡിവൈഡഡ് ബൈ 2. ഇനി കോസ് 30 എത്രയാ? കോസ് 30, കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസ്. അതായത് 30 ആംഗിൾ, ഇതല്ലേ 30 ആംഗിൾ, അതിന്റെ അഡ്ജസന്റ് സൈഡ് എത്രയാണ്? √3 അല്ലെ. ഇത് ഹൈപ്പോട്ടിനിസ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശം ഏതാണ്? √3 അല്ലെ. അഡ്ജസന്റ് സൈഡ് √3 ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസ്, അതല്ലേ കോസ്. അപ്പോൾ കോസ് 30 എത്രയാണ്? √3 ഡിവൈഡ് ബൈ 2. √3 ഡിവൈഡഡ് ബൈ 2. അടുത്തത് 45 ഡിഗ്രി. അത് നിങ്ങൾക്ക് തരത്തില്ല കേട്ടോ, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 45 ഡിഗ്രി ആംഗിൾ ഉള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കണം അല്ലെ. അതിന്റെ പ്രത്യേകത എന്താ? പെർപെൻഡിക്കുലർ സൈഡ്സ് ഈക്വൽ ആയിരിക്കും,
ഹൈപ്പോട്ടിനിസിന്റെ പ്രത്യേകതയോ പെർപെൻഡിക്കുലർ സൈഡിന്റെ √2 ടൈംസ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് 45, ഇതും 45 ആയിരിക്കും അല്ലെ. അതായത് പെർപെൻഡിക്കുലർ സൈഡ് ഈക്വല്, അതായത് 1:1, ഹൈപ്പോട്ടിനിസോ √2 ടൈംസ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇനി പറഞ്ഞേ സൈൻ 45 എത്രയാ? ഇതിനകത്ത് ഏതെങ്കിലും ഒരു 45 എടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ താഴ്ഭാഗത്തെ 45 എടുത്തു. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? 1 അല്ലെ. 1 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനിസ് അതേതാണ്? √2 അല്ലെ. അതല്ലേ സൈൻ എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസ്. ഓപ്പോസിറ്റ് 1 ഡിവൈഡഡ് ബൈ √2, അതായത് 1 ഡിവൈഡഡ് ബൈ √2. അങ്ങനെയാണെങ്കിൽ cos 45 എത്രയായിരിക്കും? cos എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസ്. ആദ്യത്തെ ആംഗിൾ തന്നെ 45 തന്നെ എടുത്തു. അതിന്റെ അഡ്ജസന്റ് സൈഡ് എത്രയാണ്? 1 സെന്റിമീറ്റർ അല്ലെ. 1 ഡിവൈഡഡ് ബൈ √2, 1 ഡിവൈഡഡ് ബൈ √2. അതായത് 45 ഡിഗ്രിയുടെ സൈൻ 45ഉം cos 45ഉം എത്ര തന്നെയാ? 1 ഡിവൈഡ് ബൈ √2 തന്നെയാ കേട്ടോ. അടുത്തത് 60 ഡിഗ്രി നമുക്ക് തരത്തില്ല. അപ്പൊ 60 ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ട് ഏത് ട്രയാങ്കിൾ വരയ്ക്കണം? 30, 60. ഇത് 60 ഡിഗ്രി ആയിരിക്കത്തില്ലേ? 30, 60, 90 ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. അതിന്റെ സൈഡുകളുടെ റേഷ്യോ എങ്ങനെയായിരിക്കും? ചെറിയ സൈഡ് 1 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ലാർജസ്റ്റ് സൈഡ് 2 ആയിരിക്കും, മീഡിയം സൈസ് ഉള്ള സൈഡ് √3 ആയിരിക്കും അല്ലെ. ഇതിനകത്തുനിന്ന് സൈൻ 60 ഒന്ന് കണ്ടുപിടിച്ചേ. 60 ഡിഗ്രി ആംഗിൾ ആണ് നോക്കേണ്ടത് അല്ലെ. 60 ഡിഗ്രി ആംഗിൾ നോക്കുമ്പോൾ സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസ്. അതായത് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? √3 അല്ലെ. √3 ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനിസോ 2, അതായത് √3 ഡിവൈഡ് ബൈ 2. സൈൻ 60 എത്രയാണ്? √3 ഡിവൈഡ് ബൈ 2. അടുത്ത് cos 60യോ? 60 ഡിഗ്രി ആംഗിൾ ആണല്ലേ നോക്കേണ്ടത്. 60 ഡിഗ്രി ആംഗിളിന്റെ അഡ്ജസന്റ് അടുത്ത് കിടക്കുന്ന സൈഡ് അത് 1 ആണ് അല്ലെ. ഇത് ഹൈപ്പോട്ടിനിസാ. അപ്പോൾ അടുത്ത് കിടക്കുന്ന സൈഡ് ഏതാണ്? 1. 1 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനിസ്. ഹൈപ്പോട്ടിനിസ് എത്രയാണ്? 2 അല്ലെ. അതായത് cos 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 2, 1/2. അതായത് ഈ ആംഗിൾസ് 30, 45, 60 ഈ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇതിനകത്ത് ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ നമുക്ക് യൂസ് ചെയ്യാം. 30 ഡിഗ്രിയും 60 ഡിഗ്രിയും കണ്ടുപിടിക്കണമെങ്കിൽ ഏത് ട്രയാങ്കിൾ യൂസ് ചെയ്യണം? 30, 60, 90 ഈ ട്രയാങ്കിൾ യൂസ് ചെയ്യണം. 45 ഡിഗ്രി കണ്ടുപിടിക്കണമെങ്കിലോ നമ്മൾ ആദ്യം പഠിച്ച ട്രയാങ്കിൾ 45, 45, 90 ഡിഗ്രി കോണുകളുള്ള ഈ ട്രയാങ്കിൾ യൂസ് ചെയ്യണം. ഇനി കുറച്ച് വാല്യൂസും കൂടെ നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. സൈൻ 0, സൈൻ 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ സൈൻ 90 അത് 1 ആയിരിക്കും. cos 0 എന്ന് പറയുന്നത് ഇതിന്റെ നേരെ തിരിച്ച്. cos 0 1 ആയിരിക്കും. cos 90 എന്ന് പറയുന്നത് 0 ആയിരിക്കും. സൈൻ 0 0 ആയിരിക്കും, സൈൻ 90 1 ആയിരിക്കും. അതുപോലെ തന്നെ cos 0 1 ആയിരിക്കും, cos 90 0 ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ സൈൻ 0യും സൈൻ 90യും പഠിച്ചാൽ മതി കേട്ടോ. അത് നമ്മൾ നോർമലി ചിന്തിക്കുന്നത് പോലെ തന്നെ സൈൻ 0 വരുമ്പോൾ 0 വാല്യൂ, 90 വരുമ്പോൾ അതിന്റെ വാല്യൂ 1. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലെ തന്നെ 0 വന്നാൽ 0 വരും, 90 വന്നാൽ 1 വരും. പക്ഷെ കോസിന്റെ കാര്യത്തിലോ അത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല, അതിന്റെ നേരെ തിരിച്ചാ. 0 വന്നാൽ 1 വരുന്നത്, 90 വന്നാൽ 0 വരുന്നത്. ആ ഒരു റിലേഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് രണ്ടും പഠിച്ചാൽ മതി കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ചോദ്യം തന്നേക്കുക. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ. ഉദാഹരണമായി ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ട്രയാങ്കിളിന് ഒരു പേര് കൊടുത്താലോ? ABC. ഏതൊക്കെ വാല്യൂസ് തന്നിരിക്കുന്നത്? AB-യുടെ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലെ, 6 സെന്റിമീറ്റർ. അതുപോലെ തന്നെ AC തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ. ഇനി ഒരു കോണ് തന്നിട്ടുണ്ടല്ലോ, അത് എത്ര ഡിഗ്രിയാ? 50 ഡിഗ്രി. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? ഹാഫ് BH അല്ലേ. ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് BH. അതായത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്തൊക്കെ വേണം? ബേസ് ബിയും വേണം, എച്ചും വേണം അല്ലെ. ബേസ് തന്നിട്ടുണ്ടല്ലോ 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇനി ഹൈറ്റ് കണ്ടുപിടിക്കണ്ടേ? ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? തന്നിരിക്കുന്ന ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം അല്ലെ. സിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ താഴത്തോട്ട് വരച്ചു, ഇത് 90 ഡിഗ്രി. ഇതിന് നമുക്കൊരു പേര് കൊടുത്താലോ? ഡി എന്ന് കൊടുക്കാം അല്ലെ, ഡി. അതായത് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എന്താ? CD-യുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. CD ഈ ഹൈറ്റ് വരച്ചപ്പോൾ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി അല്ലെ. അതിന്റെ പേരെന്താ? ADC.
ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മട്ടത്രികോണമാണെങ്കിൽ അതിനകത്ത് നമുക്ക് പഠിച്ച റിലേഷൻസ് യൂസ് ചെയ്യാലോ. സൈനും കോസും യൂസ് ചെയ്യാം അല്ലെ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ മട്ടത്രികോണത്തിന്റെ റിലേഷൻ ആണ് സൈനും കോസും. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ADC അല്ലെ. ഇൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ADC നമുക്ക് തന്നിരിക്കുന്ന അളവുകൾ ഏതൊക്കെയാണ്? AC തന്നിട്ടുണ്ട് അല്ലെ. AC that is equal to 4 cm. AC equal to 4 cm. പിന്നെ ഏതാ തന്നിരിക്കുന്നത്? ഈ ആംഗിൾ തന്നിട്ടുണ്ട് അല്ലെ. ആംഗിൾ CAD. ആംഗിൾ CAD that is equal to 50 degree. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഹൈറ്റ് ആണല്ലേ വേണ്ടത്. അതായത് CD ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ CD ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് CD ആണ് കണ്ടുപിടിക്കേണ്ടത്. CD നമുക്ക് അറിയത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലെ. AC തന്നിട്ടുണ്ട്, ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് CD. ഇനിയാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. നമ്മൾ പഠിച്ച ആ സൈനിലേക്കും കോസിലേക്കും എത്താൻ പോവുക. അതെങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കോണം കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ ഏതാ? 50 ഡിഗ്രി അല്ലെ. 50 ഡിഗ്രി ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഹൈപ്പോട്ടിന്യൂസ് ഏതാ? ADC എന്ന് പറയുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ എടുത്തിരിക്കുന്നത്. അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് ഏതാ? AC ആണ് ഹൈപ്പോട്ടിന്യൂസ്. ഹൈപ്പോട്ടിന്യൂസ് AC. ഈ 50 ഡിഗ്രി ആംഗിളിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്നത് ഏത് വശമാ? നമുക്ക് തന്നിരിക്കുന്നത് അത് ഹൈപ്പോട്ടിന്യൂസ് ആണ് അല്ലെ. ഹൈപ്പോട്ടിന്യൂസിന് ഒരിക്കലും മാറ്റമില്ല. അത് ഓപ്പോസിറ്റ് സൈഡോ അഡ്ജസന്റ് സൈഡോ ഒന്നുമല്ല. അത് ഹൈപ്പോട്ടിന്യൂസ് എപ്പോഴും ഫിക്സ് ആണ്. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താ അടയാളപ്പെടുത്തിക്കോണം? ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ കർണം അടയാളപ്പെടുത്തിക്കോണം. ഏതാണ് ഹൈപ്പോട്ടിന്യൂസ്? AC ആണ് ഹൈപ്പോട്ടിന്യൂസ് കേട്ടോ. അതായത് 50 ഡിഗ്രി ആംഗിളിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന സൈഡ് ഹൈപ്പോട്ടിന്യൂസ് ആണ്. കണ്ടുപിടിക്കേണ്ട സൈഡോ? അത് ഓപ്പോസിറ്റ് സൈഡ് ആണ് അല്ലെ. 50 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡല്ലേ കൊടുത്തിരിക്കുന്നത്. അതായത് തന്നിരിക്കുന്നത് ഹൈപ്പോട്ടിന്യൂസും കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹൈപ്പോട്ടിന്യൂസും ഓപ്പോസിറ്റ് സൈഡും അടങ്ങുന്ന റിലേഷൻ ഏതാ? കർണവും എതിർവശവും അടങ്ങുന്ന റിലേഷൻ. അത് സൈനിന്റെ ഡെഫിനിഷൻ അല്ലേ. സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അതായത് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടിന്യൂസും അടങ്ങുന്ന റിലേഷൻ ഏതാണ്? സൈൻ. അപ്പൊ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട ആ റിലേഷൻ ഏതാണ്? സൈൻ ആണ് അല്ലെ. ഏത് ആംഗിളിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ? 50 ഡിഗ്രി ആംഗിളിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ. അതായത് സൈൻ 50 ദാറ്റ് ഈസ് ഈക്വൽ ടു സൈനിന്റെ റിലേഷൻ എന്നാ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അറിയത്തില്ല അല്ലെ. അതായത് CD ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അതറിയാലോ, 4 cm 4. ഇനി സൈൻ 50 എത്രയാ? അത് ആ ചാപ്റ്ററിന്റെ ബാക്ക് സൈഡിൽ നോക്കി പറഞ്ഞേ. സൈൻ 50 യുടെ വാല്യൂ എത്രയാണ്? 0.7660 അല്ലെ. 0.7660. സൈൻ 50യുടെ വാല്യൂ ഒരിക്കലും മാറുന്നില്ല. ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്താലും സൈൻ 50യുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണല്ലേ. സൈൻ 50യുടെ വാല്യൂ എത്രയാണ്? 0.7660. ദാറ്റ് ഈസ് ഈക്വൽ ടു CD ഡിവൈഡഡ് ബൈ 4. അങ്ങനെയാണെങ്കിൽ CDയുടെ വാല്യൂ അല്ലെങ്കിൽ ഹൈറ്റ് എത്രയാണ്? CD ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി അല്ലെ. അതായത് 0.7660 ഇൻറ്റു 4. ഇവിടെ ഡിവിഷൻ ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലെ. ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. ഡെസിമൽ പോയിന്റ് മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. 7660 ഇൻറ്റു 4. 4 ഇൻറ്റു 0 0. 4 ഇൻറ്റു 6 24. അതിന് 4. ദെൻ റിമൈൻഡർ 2 അല്ലെ. 4 ഇൻറ്റു 6 24 26. റിമൈൻഡർ 2. 7 ഇൻറ്റു 4 28. 28 2 30 അല്ലെ. 30. ഇനി എന്ത് ചെയ്യണം? ഡെസിമൽ പോയിന്റിന് ശേഷം 4 ഡിജിറ്റ് ആണല്ലേ. അപ്പോൾ 4 ഡിജിറ്റിൽ കറക്റ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 പോയിന്റ് എന്ന് പറഞ്ഞു കിട്ടും അല്ലെ. അതായത് CDയുടെ വാല്യൂ എത്ര കിട്ടും? 3.064 എന്ന് കിട്ടും. 3.064. CD അതായത് നമ്മുടെ ഹൈറ്റ് 3.064 സെന്റിമീറ്റർ. ഇനി ഒന്ന് കണ്ടുപിടിക്കണം. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലെ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? half BH അല്ലെ. half BH ദാറ്റ് ഈസ് ഈക്വൽ ടു
ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ബേസ് എത്രയാണ്? 6 സെന്റിമീറ്റർ അല്ലെ? അതായത് 1/2 × 6 × 8. ഹൈറ്റ് ഇപ്പൊ കണ്ടുപിടിച്ചല്ലോ, 3.064. 3.064. ഒന്ന് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേ. 2ഉം 6ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തില്ലേ? എത്ര കിട്ടും? 3 കിട്ടും അല്ലെ? അപ്പൊ ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? 3 × 3.064 ചെയ്താൽ മതി അല്ലെ? അതായത് ഡെസിമൽ മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3064 × 3. 3 × 4 12. 3 × 6 18. അപ്പോൾ 19 വരും അല്ലെ? 9. 3 × 0 0 1. 3 × 3 9. ഇനി എന്ത് ചെയ്യണം? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് ആണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിലും 3 ഡിജിറ്റുകൾ വേണം. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 9.192 എന്ന് കിട്ടും അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9.192 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ആയതുകൊണ്ട് യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ കണ്ടുപിടിക്കാനല്ലായിരുന്നു പറഞ്ഞിരുന്നത്? ഈ വലിയ ട്രയാങ്കിളിന്റെ ABC എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ 9.192 സെന്റിമീറ്റർ സ്ക്വയർ. ഇപ്പൊ ഇവിടെ ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/2 BH. ബേസ് നമ്മുടെ കയ്യിലുണ്ട് 6 സെന്റിമീറ്റർ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് നമ്മൾ വരച്ചപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി, അല്ലെങ്കിൽ ഒരു മട്ടത്രികോണം കിട്ടി അല്ലെ? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 50 ഡിഗ്രി. അപ്പൊ ഇനി നോക്കുക, 50 ഡിഗ്രീനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഹൈപ്പോട്ടിനസും കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡും. അതായത് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടിനസും അടങ്ങുന്ന റിലേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണ് അല്ലെ? അതെന്താ? സൈൻ ആണ്. അതായത് sin 50 ആണ് നമ്മൾ ചെയ്യേണ്ടത്. sin 50 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, അതായത് CD ഡിവൈഡ് ബൈ 4. sin 50യുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ് അല്ലെ? അപ്പൊ ചാപ്റ്ററിന്റെ ബാക്കിൽ നോക്കി sin 50യുടെ വാല്യൂ നമ്മൾ എടുത്തെഴുതി, അതായത് 0.7660 അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു CD ഡിവൈഡ് ബൈ 4. അത് ചെയ്തപ്പോൾ നമുക്ക് CD അല്ലെങ്കിൽ ഹൈറ്റ് എത്രയായിട്ട് കിട്ടി? 3.064 എന്ന് കിട്ടി. അതായത് ഹൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കത്തില്ലേ? 1/2 BH ചെയ്താൽ മതി അല്ലെ? 1/2 BH ചെയ്ത് നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു. അത് എത്രയാണ്? 9.192 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ഇവിടെ നോക്കിക്കേ, അടുത്ത ഒരു ട്രയാങ്കിളും കൂടെ തന്നിട്ടുണ്ട്. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഒരു പേര് കൊടുത്താലോ? ABC. ABC. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/2 BH ആണല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയ 1/2 BH. 1/2 BH. ഇതിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്? AB ബേസ് ആയിട്ട് നമുക്ക് എടുക്കാം അല്ലെ? ബേസ് അപ്പൊ തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ. ഹൈറ്റ് തന്നിട്ടുണ്ടോ? ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ഹൈറ്റ്. ഹൈറ്റ് തന്നിട്ടില്ല അല്ലെ? പകരം എന്തൊക്കെ തന്നിട്ടുണ്ട്? ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, 130 ഡിഗ്രിയാണ് ആംഗിള്. പിന്നെ ഈ സൈഡ് തന്നിട്ടുണ്ട് അല്ലെ? 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം തേർഡ് വെർട്ടെക്സിൽ നിന്ന് ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ഹൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കാറ് അല്ലെ? അതായത് സിയിൽ നിന്ന് ഈ ബേസിലേക്ക് ഒരിക്കലും നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്? ആ AB എന്ന് പറയുന്ന ഈ ബേസ് പുറത്തോട്ട് നീട്ടണം അല്ലെ? പുറത്തോട്ട് ഇങ്ങനെ നീട്ടി വരയ്ക്കണം. എന്നിട്ട് അതിലേക്ക് സിയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇങ്ങനെയല്ലേ നമ്മൾ ഹൈറ്റ് എടുക്കാറ്? അതായത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ പുറത്ത് വേറൊരു ട്രയാങ്കിൾ കിട്ടി അല്ലെ? ആ ട്രയാങ്കിളിന് നമുക്ക് ഇവിടെ D എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ആ ട്രയാങ്കിൾ ഏതാണ്? DAC. ആ ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നത് അല്ലെ? അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ ഒരു മട്ടത്രികോണമാണ്. ഇനി ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഈ മട്ടത്രികോണത്തിനെ ബേസ് ചെയ്ത് ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എന്തൊക്കെ നമുക്കറിയാം? ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിനസ് നമുക്കറിയാം അല്ലെ? ഹൈപ്പോട്ടിനസ് അറിയാം. വേറെ എന്തെങ്കിലും അറിയാവോ? ഈ കോൺ എത്ര ഡിഗ്രി ആണെന്ന് അറിയാവോ? AB നേരെ പുറത്തോട്ടാണ് നീട്ടിയിരിക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് 130 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് ടോട്ടൽ 180 ഡിഗ്രി വരും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി. ഇത് 50 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി CD കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിക്കേ. CD നമുക്കിവിടെ എന്തൊക്കെയുണ്ട്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു മട്ടത്രികോണമുണ്ട്, ഒരു ആംഗിൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സൈഡും ഉണ്ട് അല്ലെ? ഇത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എന്ത് അപ്ലൈ ചെയ്യാം? ഒന്നല്ലെങ്കിൽ സൈൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കോസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തൊക്കെ നമുക്ക് വേണം? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കണം,
ഏതെങ്കിലും ഒരു സൈഡ് അറിയായിരിക്കണം, ഒരു കോണും അറിയായിരിക്കണം. ഇവിടെ നമുക്ക് DAC ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ഒരു കോൺ അറിയാം, ഒരു സൈഡും അറിയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കിക്കേ, തന്നിരിക്കുന്ന കോണിനെ ബേസ് ചെയ്ത് 50 ഡിഗ്രി അല്ലെ, ഈ കോണിനെ ബേസ് ചെയ്ത് തന്നിരിക്കുന്ന സൈഡ് ഏത് സൈഡാ? അപ്പൊ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താ അടയാളപ്പെടുത്തണം? ഹൈപ്പോട്ടിന്യൂസ് അടയാളപ്പെടുത്തണം കേട്ടോ. ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ കർണം അടയാളപ്പെടുത്തണം. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് ഏതാ? അതാണ് തന്നിരിക്കുന്നത് അല്ലെ. AC എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും പറഞ്ഞേ, 50 ഡിഗ്രി കോണിനെ ബേസ് ചെയ്ത് തന്നിരിക്കുന്ന സൈഡ് ഏതാണ്? ഹൈപ്പോട്ടിന്യൂസ്. അതിന് യാതൊരു മാറ്റമില്ല അല്ലെ. ഹൈപ്പോട്ടിന്യൂസിന് ഒരിക്കലും മാറ്റമില്ല. ഇപ്പൊ തന്നിരിക്കുന്നത് ഹൈപ്പോട്ടിന്യൂസ്, ഇനി കണ്ടുപിടിക്കേണ്ടത് ഏതാ? 50 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് അല്ലേ. അപ്പൊ തന്നിരിക്കുന്നത് ഹൈപ്പോട്ടിന്യൂസും കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡും. അതടങ്ങുന്ന റിലേഷൻ ഏതാ? ഏതൊക്കെ അടങ്ങുന്നതാ? ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടിന്യൂസും അടങ്ങുന്നത്. അത് സൈൻ ആണ് അല്ലേ. കാരണം സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഏത് റിലേഷൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്? സൈനിന്റെ റിലേഷൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചെയ്യാലോ. ഇൻ ട്രയാങ്കിൾ DAC സൈൻ 50 അല്ലെ. സൈൻ 50 ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? സൈൻ 50ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് CD, നമുക്ക് അറിയത്തില്ല അല്ലെ. CD ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസോ? അത് 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. CD ഡിവൈഡ് ബൈ 4. ഇനി നോക്കിക്കേ, സൈൻ 50 എത്രയാ? ആ ചാപ്റ്ററിന്റെ ബാക്കിൽ നോക്കിയാൽ കിട്ടത്തില്ലേ? സൈൻ 50 എത്രയാണ്? അത് 0.7660 ആണ് അല്ലെ. സൈൻ 50 0.7660. ദാറ്റ് ഈസ് ഈക്വൽ ടു CD ഡിവൈഡ് ബൈ 4. CD ഡിവൈഡഡ് ബൈ 4. ഇനി CD കണ്ടുപിടിക്കണം അല്ലെ. CD ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 4നെ ഈ സൈഡിൽ കൊണ്ടുവന്നാൽ പോരെ. 0.7660 ഇൻറ്റു 4. ഇവിടെ ഡിവിഷൻ ആയിരുന്നു, ഇപ്പുറം വന്നപ്പോ മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. ഡെസിമൽ മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. 7660 ഇൻറ്റു 4. 4 ഇൻറ്റു 0 0. 4 ഇൻറ്റു 6 24. അതിന് 4 എഴുതുക. 4 ഇൻറ്റു 6 24 26. 4 ഇൻറ്റു 7 28. രണ്ടും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര വരും? 30 കിട്ടും അല്ലെ. 30. ഇനി ഡെസിമൽ പോയിന്റ് കറക്റ്റ് ചെയ്തേ. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 4 പ്ലേസ് ഉണ്ട് അല്ലെ. അതായത് നമുക്ക് എത്ര കിട്ടും? 3 പോയിന്റ് എന്ന് പറഞ്ഞു കിട്ടും. 3.064 ദാറ്റ് ഈസ് ഈക്വൽ ടു CD. ഇവിടെ CD നമുക്ക് എത്രയായിട്ട് കിട്ടി? 3.064 എന്ന് കിട്ടി അല്ലെ. ഇനി ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കത്തില്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഇക്വേഷൻ ഹാഫ് BH അല്ലെ. ഹാഫ് BH ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു B എത്രയാണ്? ബേസ് 6 സെന്റിമീറ്റർ അല്ലെ. 6 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 3.064. 3.064. 2ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്തില്ലേ? അപ്പൊ 3 കിട്ടും അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 3.064 ചെയ്താൽ മതി അല്ലെ. ഡെസിമൽ പോയിന്റ് മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3064 ഇൻറ്റു 3. 3 ഇൻറ്റു 4 12. 3 ഇൻറ്റു 6 18. അപ്പോൾ 19. 3 ഇൻറ്റു 0 0. അപ്പോൾ 1 വരും. 3 ഇൻറ്റു 3 9. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 9.192 എന്ന് കിട്ടും അല്ലെ. 9.192. യൂണിറ്റ് എന്താ? ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ. സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ഈ ട്രയാങ്കിളിന്റെ ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? 9.192 സെന്റിമീറ്റർ സ്ക്വയർ. തൊട്ടു മുമ്പ് ചെയ്ത ആ ട്രയാങ്കിളിന്റെ ഏരിയയും ഇത് തന്നെയല്ലായിരുന്നോ? പക്ഷെ ചെയ്തതിൽ വ്യത്യാസമുണ്ട് അല്ലെ. ഇവിടെ നോക്കിയേ, 130 ഡിഗ്രി ആയിരുന്നു ഒരു ആംഗിൾ ഉള്ളത്. അതുകൊണ്ട് ഹൈറ്റ് ഇതിന്റെ പുറത്താണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഈ രണ്ട് ആംഗിളും കൂടെ ചേർക്കുമ്പോൾ 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി അല്ലെ. പിന്നെ നമ്മൾ ഇതെല്ലാം കണ്ടുപിടിച്ചത് എങ്ങനെയാ? DAC എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ ഒരു മട്ടത്രികോണമാണ്. അത് കാരണം അതിനകത്ത് സൈനോ കോസോ ഏതെങ്കിലും ഒരെണ്ണം അപ്ലൈ ചെയ്യാം അല്ലെ. ഇനി 50 ഡിഗ്രി ആംഗിളിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഹൈപ്പോട്ടിന്യൂസും കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡുമാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടിന്യൂസും അടങ്ങുന്ന ഇക്വേഷൻ അത് ഏതിന്റെയാണ്? സൈനിന്റെയാണ്. അപ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്തു? സൈൻ 50 യൂസ് ചെയ്തു. സൈൻ 50ന്റെ വാല്യൂ നമ്മുടെ ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് കിടപ്പുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു?
നമ്മൾ ആ പെർപെൻഡിക്കുലർ സൈഡ് അല്ലെങ്കിൽ സി ഡി കണ്ടുപിടിച്ചു. ഹൈറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഏരിയ കണ്ടുപിടിക്കത്തില്ലേ? ഹാഫ് ബി എച്ച് ആണ്, അത് യൂസ് ചെയ്ത് നമ്മൾ ഏരിയയും കണ്ടുപിടിച്ചു.